ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് ഈസി ആയിട്ട് വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി മെഷറിംഗ് കപ്പിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഗ്ലാസ്സിലൊന്ന് അളന്നെടുത്താലും മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് ഉള്ളത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1/2 കപ്പ് മൊത്തത്തിലെടുത്താലും മതിയാകും. ഇനി ഒരു പഞ്ചസാരയും റവയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് 2 മുട്ടയും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ പാൽപ്പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിനി ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഇതൊന്ന് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ 2 കളറുള്ള ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി ഒരു കളറുള്ളെങ്കിൽ അതെടുത്താലും മതിയാകും. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഒത്തിരി ലൂസായി പോകരുത്. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി പോകണ്ട. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി കുറച്ച് കളറും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ചെറിയൊരു ലൈറ്റ് കളർ മാത്രമേ പാടുള്ളൂ. ഒത്തിരി കളറായി പോകണ്ട. എല്ലാം കൂടെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് കളർ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇത്രയും കളർ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. സുർക്കയുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും കേട്ടോ. അതിനാണ് ഈ ഒരു വിനാഗിരിയും അതുപോലെ സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ട്രയലാണ്. കുഞ്ഞു ബൗളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യാക്കി കൊടുക്കുന്നത്. എല്ലാത്തിലും നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് റെഡിയാക്കി എടുത്തുള്ള ഒരു ബാറ്ററിന് ഇതുപോലത്തെ ചെറിയ തവിക്ക് 2 തവി ബാറ്ററാണ് കേട്ടോ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിന് 1/4 ഭാഗം മാത്രം നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഒത്തിരി ഫില്ലാക്കി കൊടുക്കരുത്. ഒത്തിരി ഫില്ലാക്കി കൊടുത്താൽ നിറച്ചിട്ട് പുറത്തേക്ക് പോകും കേട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യണത്. ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു തട്ടങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിന് മുകളിലൂടെ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതെന്തായാലും വെച്ച് കൊടുക്കണം. കാണാനൊരു ഭംഗി ഉണ്ടാകും. പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഭംഗിക്ക് വേണ്ടി ഇതിന് മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിവിടെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കട്ടോ. ഇതിലുള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. റവ വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബൗളിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ ആ ഒരു ടൈപ്പൊന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതുപോലത്തെ ഒരു കത്തി വെച്ചിട്ട് സൈഡൊന്ന് വിടിച്ചു കൊടുക്കുക. അല്ലാതെ തന്നെ കൈ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിട്ട് വരികയും ചെയ്യും കേട്ടോ. നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബൗളിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ
അത്രത്തോളം സോഫ്റ്റ് അല്ല. ശരിക്കും നമ്മൾ കേക്ക് കഴിക്കുന്ന അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളതല്ല. റവ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഹാർഡായിട്ടുള്ളതാണ് ഉള്ളത്. പിന്നെ ഒരു ടേസ്റ്റ് റവ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്